എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടു അത്ര. അതൊക്കെ സൂപ്പർബായിരുന്നു. വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് എന്താ പറയുക, ഈ വർഷം ഒരുപാട് നല്ല മലയാള സിനിമകൾ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഉറപ്പായിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നൊരു സിനിമയാണ് മഞ്ഞുമേൽ ബോയ്സ്. ഞങ്ങൾ എല്ലാവരും അത് ഒരുമിച്ച് തന്നെ കാണാം. വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല. അത് സൂപ്പർ പടം. വിഷയം എല്ലാം കിടിലം. ആക്ടിങ് ആണെങ്കിലും എല്ലാം കിടിലം. ജാനവൻ വേറെ സിനിമ, മഞ്ഞുമേൽ ബോയ്സ് വേറെ. ജാനവൻ ഫുള്ള് കോമഡി ഇല്ലേ, ഇത് പക്ഷേ വേറെ കിടുന്ന സിനിമയാണ്. ആണ് പക്ഷേ നല്ല സിനിമ, വിഷയം സിനിമ. നല്ല ഒരു രക്ഷയില്ല. നല്ല മേക്കിങ്, ഒരു രക്ഷയില്ല. അതോടെ ജാനവനിൽ നിന്ന് പുള്ളി എത്രത്തോളം വലുതായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മഞ്ഞുമൽ ബോയ്സ്. ടെക്നിക്കലി ആയിരുന്നാലും ക്യാമറ വർക്ക് ആയിരുന്നാലും മ്യൂസിക്കലി എല്ലാം ആക്ടേഴ്സ് ഓരോരുത്തരെയും സെലക്ട് ചെയ്തിന്, കാസ്റ്റിങ്, അതിൻ്റെ കണക്ഷൻസ്, ഇമോഷൻസ് എല്ലാം ഒന്നും രക്ഷയല്ല. ലൊക്കേഷൻസ് ആയാലും ഓരോ ഫ്രെയിം പോലും നമുക്ക് മനസ്സിൽ നിന്ന് പോകാത്ത രീതിയിൽ നമുക്ക് പതിച്ച് വെച്ചിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ്. ജാനേമന് നമ്മൾക്കറിയാം ഒരു സിമ്പിൾ കോമഡി പടമാണ്. പക്ഷേ ഈ ഒരു പടം അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാന മികവിനെ എടുത്തു കാണിക്കുന്നുണ്ട്. മികച്ച രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതൊരു റിയൽ സ്റ്റോറിയാണ്. നമുക്കറിയാവുന്നതാണ് 90s നടന്നിട്ടൊരു റിയൽ സ്റ്റോറി. അതൊരു സർവൈവലാണ്. അത് നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫൊക്കെ ആ ഒരു ഗുണ കേവിൻ്റെ അകത്തുള്ള സീനൊക്കെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഷൈജു ഖാലിദിൻ്റെ ക്യാമറ ആയാലും സുഷിൻ്റെ BGM ആയാലും അവർ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ പിള്ളേർ അത് സ്ക്രീനിൽ കാണാൻ പറ്റും. പിന്നെ സൗബിനും ശ്രീനാഥ് ബാസി അവരുടെ പെർഫോമൻസ് എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. കാരണം അവരൊരു ഒരു എഫേർട്ട് എടുത്തൊരു സീന് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കമലഹാസൻ്റെ ഗുണ, അത് നിങ്ങൾ എല്ലാവരും ഒന്നും തിയേറ്ററിൽ കണ്ടു കാണില്ല. ഞാൻ കൊച്ചിലെ കണ്ടിട്ടുണ്ട് 90s. അതിനൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. അതിലൊരു പാട്ടിന് കൺമണി അൻപോട് കാതലൻ, അതിലൊരു വരി എടുത്തിട്ട് ആ പാട്ട് സിനിമയിലുണ്ട് ഫുള്ളായിട്ട്. പക്ഷെ അതിന് ഒരു കിടിലൻ വേറൊരു ഡൈമെൻഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ചിദംബരം. ആ ഒരു മനിതർകൾ ഉണർന്നുകൊള്ള ഇത് മനിതർ കാതലല്ല അതേയും താണ്ടി പുനിതമാനം എന്ന് പറയുന്ന ഒരു വരിയുണ്ട്. അതെടുത്തിട്ട് ചിദംബരം ഒരു പ്രത്യേക ഒരു സീനിൽ ആ ഒരു പാട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ സൂപ്പർബായിരുന്നു. വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് എന്താ പറയുക, ഈ വർഷം ഒരുപാട് നല്ല മലയാള സിനിമകൾ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഉറപ്പായിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ പ്രതീക്ഷ കാത്തു വെച്ചൊരു സിനിമയാണ്. കാരണം ഈ സിനിമയുടെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ പെട്ടുപോയാൽ നിങ്ങൾ എന്തായിരിക്കും? അതിൻ്റെ ഒരു മെൻ്റൽ ട്രോമ ഉണ്ടല്ലോ, അതിനെ അതിജീവിച്ച് ഇപ്പോഴും മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്. അവർക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളൊരു സല്യൂട്ട് കൊടുക്കും. ആ ഒരു എഫക്റ്റീവായിട്ട് സിനിമ എടുത്തു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ക്രിയേറ്ററിൻ്റെ കാലിബർ വെളിവാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ചിദംബരത്തിൻ്റെ ഒരു സംവിധാന മികവ് കാണാം. കാരണം ആ ഒരു കാസ്റ്റ് ക്രൂവിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ ഗുണാക്കേവിലാണ് സിനിമയുടെ ഒരു 50 മിനിറ്റ് ഇവരുടെ മഞ്ഞുമൽ ബോയ്സിനെ പരിചയപ്പെടുത്തുന്നത് അവരുടെ യാത്രയൊക്കെയാണ്. പിന്നെ അങ്ങോട്ട് നമുക്കറിയാവുന്ന കഥ തന്നെയാണ്. നമുക്കറിയാവും ഇതിൻ്റെ എൻഡ് റിസൾട്ട് ഉൾപ്പെടെ നമുക്കറിയാം എന്താണ് സംഭവിക്കുക. പക്ഷേ അതിന് ആ ഒരു പ്രോസസ്സ് ഇവർ എടുത്ത് വച്ചിരിക്കുന്ന രീതി കൈയടിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് ടെക്നിക്കൽ ആസ്പെക്റ്റൊക്കെ തിയേറ്ററിൽ നല്ല എഫക്റ്റാണ്. സുഷിൻ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു ഹാർഡ് വർക്ക് കാണാം. BGMൽ ഷൈജുവിൻ്റെ ക്യാമറ കാണാം. ഒരു മികച്ചൊരു സിനിമ. നമുക്ക് സിനിമ കണ്ട് കഴിയുമ്പോൾ നമ്മൾ ആ റിയൽ സംഭവം ഇങ്ങനെ ആലോചിച്ച് പോകും. ആ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു സിനിമ. പുളിപ്പടം, നല്ല പടം. എല്ലാം നല്ലത്. മേക്കിംഗ് ആയാലും കളറിങ് ആയാലും വിഷ്വൽസ് എല്ലാം നല്ലത്. ഒന്നും കുറ്റം പറയണ്ട. നല്ല അടിപൊളി പടം. ജാനേമൻ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ സെക്കൻഡ് മൂവിയാണ്. അപ്പോൾ ജാനേമൻ നോക്കുമ്പോൾ ഒരു ലൈഫ് ഉണ്ടായിരുന്നോ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി? നല്ല. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടു അത്ര. ഫാമിലി ഓഡിയൻസിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതെ, ഫാമിലി ആയിട്ട് പോകും. രണ്ടാമത് കാണാൻ വരുമായിരിക്കും. സമയം കിട്ടുകയാണെങ്കിൽ വരും. നല്ല പടം. അങ്ങനെ കാണാനില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഇതിൽ അഭിനയം ആരുടെയാണ് നന്നായിട്ട് തോന്നുന്നത്? എല്ലാവരും നല്ല. ഓരോരാളോ അവരവർക്ക് ചെയ്യുന്ന ക്യാരക്ടർ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ നമുക്ക് സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടമൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരിയാണ്. നമ്മളെല്ലാം അങ്ങോട്ട് പോയി, നമ്മൾ ടൂർ പോയതും അങ്ങനെ പോകും. പക്ഷെ ആ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു സുഹൃത്തിൻ്റെ ഭയങ്കരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ. ഒരു റിയലിസ്റ്റിക് ആണെന്ന് തോന്നിയായിരുന്നു. ശരിക്കും പടം അടിപൊളി പടമാണ്. തിയേറ്റർ വാച്ചാണ്. സൂപ്പർ സിനിമ. മസ്റ്റ് തിയേറ്റർ വിസിറ്റ് ആണ്. കിടിലോ സാധനം. സ്ക്രീൻ പ്ലേ ഒക്കെ സൂപ്പറാണ്. ഡയറക്ഷനൊക്കെ പൊളി. ഒരു രക്ഷയില്ല സാധനം. എന്തായാലും ബസ് വിസിറ്റ് കാണാം. എൻഗേജിങ് ആണ്. നല്ലൊരു ത്രില്ലറാണ്, സർവൈവൽ ത്രില്ലറാണ്. മലയാളത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പടമാണ്. ബോറടിക്കത്തില്ല. ഒരു സെക്കൻഡ് പോലും ലാഗില്ല. പൊളി സാധനമായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്വൽസ്, DOP, ഷൈജു ഖാലിദിൻ്റെ ഒക്കെ DOP നല്ല രസത്തിൽ വന്നിട്ടുണ്ട്.
പിന്നെ ചില സീനുകളിലെല്ലാം വിഷ്വൽസ് കഴിയും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലെൻഡിങ് എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല പടമാണ്. അത് നല്ല എന്താ പറയുക, എൻ്റർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ജാനേമൻ കണ്ട പോലെയല്ല. അതെന്ന് പറയുന്നത് ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ നിന്ന് ഇതൊരു സർവൈവറിലേക്ക് വന്നപ്പോൾ സെയിം ആൾ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തുള്ളത് എന്നുള്ള ആ ഒരു ഇത് വരുന്നില്ല നമുക്ക്. അത്രയും രീതിയിലൊരു ഷിഫ്റ്റ് പോലെ വന്നിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. മഞ്ഞുമൽ ബോയ്സ് അടിപൊളി പടം, അടിപൊളി പടം. എല്ലാം നല്ല കാണേണ്ട പടമാണ് ഉറപ്പായിട്ടും. പോരാഞ്ഞിട്ട് ഒരു റിയൽ സ്റ്റോറിയും കൂടെയാണ്. അപ്പോൾ എന്തായാലും കാണേണ്ട പടമാണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ്. മഞ്ഞുമേൽ ബോയ്സ് ഞങ്ങൾ എല്ലാവരും അത് ഒരുമിച്ച് തന്നെ കാണും. വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല. അത് വാക്കുകൾ കൊണ്ട് പറയാം. തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്. എല്ലാവരും വന്ന് കണ്ടിരിക്കണം. സുഷിൻ ശ്യാമിൻ്റെ ആ ഒരു മ്യൂസിക് ഒരു രക്ഷയില്ല. ഇപ്പോഴും ആ ഒരു ഇത് മാറിയിട്ടില്ല. താങ്ക് യു ശരി.